കയർ മേഖലയിലെ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ സമരവുമായി AITUC. നാളെ കയർഫെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. വിമർശനവുമായി AITUC നേതാവും CPI സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PV സത്യനേശൻ രംഗത്ത് വന്നു. കയർ മേഖല പരാജയപ്പെട്ട സ്ഥിതിയിലെന്ന PV സത്യനേശൻ 24നോട്. കയർ വ്യവസായവും കയർ മേഖലയാണ് ഈ നവോത്ഥാന കേരളത്തിന് ശക്തി പകർന്നത്. പക്ഷെ ആ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളും അവരുടെ പിൻതലക്കാരും ഇന്ന് വളരെ വിഷമകരമായ സാഹചര്യത്തിലാണ്. ഇവരെ നെഞ്ചോട് ചേർത്ത് നിർത്തേണ്ട സർക്കാർ അതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്ന ദുഃഖസത്യമാണ് ഇന്നലെ നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. അതായത് ഈ കയർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി, ഇതിനെതിരെയാണ്, ഈ സർക്കാർ നിലപാടിനെതിരെയാണ് നിലവിൽ CPI സമരവുമായി രംഗത്ത് വരുന്നത്. നാളെ സംസ്ഥാനത്തെ മുഴുവൻ കയർഫെഡ് സ്ഥാപനങ്ങളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് AITUCയുടെ തീരുമാനം. അതായത് പുതിയ സർക്കാർ വന്ന ശേഷം 2 തവണയായി വരുന്ന പിണറായി സർക്കാർ ഈ കയർ മേഖലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്ന വലിയ വിമർശനമുണ്ട്. പ്രത്യേകിച്ചും VS സർക്കാരായിരുന്ന സമയത്ത്, തോമസ് ഐസക്കും മുൻ മന്ത്രി G സുധാകരനും ഒക്കെ ആയിരുന്ന സമയത്ത് കയറിന് വേണ്ടി പ്രത്യേക തുക ബജറ്റിൽ അനുവദിക്കുകയും ഈ തൊഴിലാളികൾ, ചെറുകിട കർഷകർക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൊഴിലാളികൾക്ക് പണിയുമില്ല, കൂലിയുമില്ല എന്ന അവസ്ഥയായി. ഒപ്പം തന്നെ ഈ ഇതുകൊണ്ട് കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കാൻ അത് കിട്ടുന്നില്ല. അത് കിട്ടിയാൽ തന്നെ വലിയ വില കൊടുക്കണം. അങ്ങനെ കിട്ടുന്ന ഈ വസ്തുക്കൾ കൊണ്ട് കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഈ ചെറുകിട മേഖലയിൽ അത് കെട്ടിക്കിടക്കുകയാണ്, വിറ്റ് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കയർ കോർപ്പറേഷൻ മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കയർഫെഡും വലിയ രീതിയിൽ ഇങ്ങനെ തൊഴിലാളികൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിലടക്കം വലിയ വിമർശനമുണ്ടായിരുന്നു. ഈ കയർ മേഖലയിലെ തൊഴിലാളികളോട് എന്തു പറയും? പ്രത്യേകിച്ച് അതൊരു വോട്ട് ബാങ്കാണ്. തിരഞ്ഞെടുപ്പൊക്കെ തന്നെ വലിയ ആസന്നമായിരിക്കുന്ന വേളയിൽ ആലപ്പുഴയിലെ സംബന്ധിച്ച് ചേർത്തല, തൃക്കുന്നപ്പുഴ തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക? കാരണം അത്രത്തോളം തകർന്നു കിടക്കുകയാണ്. മിനിമം ഒരു 700 രൂപയെങ്കിലും ഈ കയർപ്പിരി തൊഴിലാളികൾക്ക് മിനിമം പണം കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇത്തവണ കൂടി ബജറ്റിൽ അനുവദിച്ച തുക അത് അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് AITUC ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ചും 2 സർക്കാരുകളെ താരതമ്യപ്പെടുത്തുകയാണ്. VS സർക്കാരിനെയും പിണറായി സർക്കാരിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് കയർ മേഖലയിലെ പ്രശ്നങ്ങളെ കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് പലതവണ AITUC സർക്കാരിനെയും ഒപ്പം തന്നെ ധനമന്ത്രിക്കും കയർ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P രാജീവിനും കത്ത് നൽകിയിരുന്നു. പക്ഷേ എത്ര തവണ നിവേദനങ്ങൾ നൽകിയിട്ടും ഈ മേഖലയെപ്പറ്റി പഠിക്കാനോ ഇതിന് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വലിയ വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള കയർഫെഡ് സ്ഥാപനങ്ങളിലേക്ക് CPIയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള AITUC നാളെ വമ്പിച്ച ധർണയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.